എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കോൺഗ്രസും മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണമാണ് റഷ്യയിൽ നിന്ന് ഒരു മാസത്തേക്ക് കൂടി എണ്ണ വാങ്ങാനായി അമേരിക്കൻ ഗവൺമെൻറ് ഇന്ത്യക്ക് അനുമതി നൽകി എന്ന്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളടക്കം കേന്ദ്ര സർക്കാരിനോട് പറയുന്നത്, നോക്കൂ, നമുക്ക് ഓയിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് അമേരിക്കയുടെ പെർമിഷൻ വേണോ, നമുക്ക് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനം സ്വയം എടുക്കാൻ കഴിയില്ലേ, അമേരിക്ക ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നു, അതുകൊണ്ട് നരേന്ദ്രമോദി റഷ്യയിൽ നിന്ന് വീണ്ടും ഒരു മാസത്തേക്ക് കൂടി എണ്ണ വാങ്ങാനായിട്ട് തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രഷറി അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത് എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യൻ ഗവൺമെൻറ്റിന് അത് അനുമതി നൽകുകയാണോ അതോ മറ്റെന്തെങ്കിലും ഉദ്ദേശമാണോ ആ ഒരു സർക്കുലറിൽ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരും മാധ്യമപ്രവർത്തകരും നിശ്ചയമായും മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു വസ്തുതയാണിത്. അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് എണ്ണ വാങ്ങുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രമായിട്ടുള്ള ഒരു ചോയ്സാണ്, തീരുമാനമാണ്. കാരണം നമ്മുടേത് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്. നമ്മൾ എവിടെ നിന്ന് എണ്ണ വാങ്ങണം വാങ്ങണ്ട എന്ന് തീരുമാനിക്കുന്നത് മറ്റേതെങ്കിലും രാജ്യമല്ല. നമ്മുടെ ദേശീയ താല്പര്യങ്ങൾ, നമുക്ക് കിട്ടുന്ന ബെസ്റ്റ് ഡീൽ, ഈ കാര്യത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ എണ്ണ വാങ്ങുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഓരോ മാസവും നമ്മൾ ഏറ്റവും കൂടുതൽ എണ്ണ ഇമ്പോർട്ട് ചെയ്യുന്നത് റഷ്യയിൽ നിന്ന് തന്നെയാണ്. അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഈ ട്രേഡ് ഡീലുകൾ, നെഗോഷിയേഷനുകൾ ഇതൊക്കെ നടക്കുന്ന സമയത്തും റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങുന്നത് കുറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴും റഷ്യയിൽ നിന്നാണ് ഇന്ത്യ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലെ കണക്ക് പ്രകാരവും ഏറ്റവും കൂടുതൽ ഓയിൽ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിന് തൊട്ടടുത്ത സ്ഥാനങ്ങളിലായി സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ് തുടങ്ങിയിരിക്കുന്ന മറ്റ് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും റഷ്യ തന്നെയാണ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു വസ്തുതയാണ്. എന്നാൽ റഷ്യയിൽ നിന്ന് അവരുടെ എണ്ണ മറ്റേതെങ്കിലും രാജ്യം വാങ്ങുന്നുണ്ടെങ്കിൽ, മറ്റേതെങ്കിലും രാജ്യത്തെ റിഫൈനേഴ്സ് വാങ്ങുന്നുണ്ട് എങ്കിൽ അതിനുമേൽ സെക്കൻഡറി സാങ്ഷൻസ് കൊണ്ടുവരുന്നതിന് അമേരിക്ക എല്ലാ കാലവും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അങ്ങനെ സെക്കൻഡറി സാങ്ഷൻസ് ഇന്ത്യയിലുള്ള റിഫൈനേഴ്സിനും ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ, ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ഒക്കെ തന്നെ ചെയ്യാം. ഇന്ത്യൻ റിഫൈനേഴ്സിന് ആ തീരുമാനമെടുക്കാം. പക്ഷേ ആ റിഫൈനേഴ്സിന് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാനായിട്ട് അമേരിക്കയുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടുണ്ട് എങ്കിൽ നിശ്ചയമായിട്ടും അമേരിക്കൻ സർക്കാരിന് സാധിക്കും. അതിനാണ് സെക്കൻഡറി സാങ്ഷൻസ് എന്ന് പറയുന്നത്. അതിലുൾപ്പെടുന്ന ചില കാര്യങ്ങൾ ഇവയാണ്. ഒന്ന്, അമേരിക്കൻ ഡോളർ ക്ലിയറിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടപാട് അവിടെ ഉണ്ട് എങ്കിൽ അതിൽ ഇടപെടുന്നതിന് വേണ്ടി അമേരിക്കൻ സർക്കാരിന് സാധിക്കും. അതിൽ കൃത്യമായിട്ട് ആക്സസ് നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും. രണ്ട്, ഇതേ റിഫൈനേഴ്സ് US ഓയിൽ വാങ്ങുന്നുണ്ട് എങ്കിൽ അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു റെസ്ട്രിക്ഷൻ വേണമെങ്കിൽ അമേരിക്കൻ ഗവൺമെൻറ്റിന് വരുത്താനായിട്ട് സാധിക്കും. മൂന്നാമത്, പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് നടത്തുന്നത് അമേരിക്കയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേയോ അമേരിക്കയ്ക്ക് വലിയ താല്പര്യങ്ങളുള്ള ഏതെങ്കിലും ഒരു അന്താരാഷ്ട്ര ബാങ്കോ ആണ് എങ്കിൽ അവിടേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിർദ്ദേശം അമേരിക്കൻ സർക്കാർ കൊടുത്താൽ അത് അവരനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എങ്കിൽ പേയ്മെൻറ്റ് പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ട് കുറേയധികം സാങ്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തത്, ഇതൊക്കെ തന്നെ ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ കൂടിയുള്ള ട്രാൻസാക്ഷൻസ് ആണ്. അതുമായി ബന്ധപ്പെട്ട നിരവധി ഇൻഷുറൻസ് ടച്ച് പോയിന്റുകളുണ്ട്. അതിൽ അമേരിക്കയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് ഡീലുണ്ട് എങ്കിൽ അതിൽ പോലും പ്രതികൂലമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാനായിട്ട് അമേരിക്കൻ സർക്കാരിന് സാധിക്കും. ബാൻ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള ഓയിൽ ഇമ്പോർട്ട് മറ്റേതെങ്കിലും ഒരു രാജ്യത്തെ റിഫൈനറികൾ ചെയ്യുമ്പോൾ ഈ തരത്തിലുള്ള സെക്കൻഡറി സാങ്ഷൻസ് ആണ് അമേരിക്ക കൊണ്ടുവരുന്നത്. അതായത് നിലവിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുകയാണെങ്കിൽ അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു അമേരിക്കൻ ഇൻവോൾവ്മെൻറ്റ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം വഴി വന്നിട്ടുണ്ട് എങ്കിൽ അതിൽ സെക്കൻഡറി സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യുന്നതിന് അമേരിക്കയ്ക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത. എന്നാൽ ഇപ്പോൾ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രഷറി ഇറക്കിയിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ അനുസരിച്ച് അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഉപരോധവും സെക്കൻഡറി സാങ്ഷൻസും ഈ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഓയിലിന് ബാധകമാവുന്നില്ല അടുത്ത ഒരു മാസത്തേക്ക് എന്നാണ്. അതിൻ്റെ കാരണം അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം ഇന്ത്യ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ട്ണറാണ്. ഈ മേഖലയിലേക്കുള്ള ഓയിൽ ലഭ്യത എന്നുള്ളത് ഇറാൻ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ തടസ്സപ്പെടാനായിട്ട് പാടില്ല. അതുകൊണ്ട് ഇങ്ങനെ റഷ്യൻ ബാൻഡ് ഓയിലാണ് എങ്കിലും ഇന്ത്യൻ റിഫൈനറീസിലേക്ക് വരുമ്പോൾ ആ ട്രേഡുമായി ബന്ധപ്പെട്ട് സെക്കൻഡറി സാങ്ഷൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇവരുടെ ഈ കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രഷറി ഇറക്കിയിരിക്കുന്ന അവരുടെ ഒറിജിനൽ കമ്മ്യൂണിക്കേഷൻ കാണണം. ആ കമ്മ്യൂണിക്കേഷൻ ജനറൽ ലൈസൻസ് 133 എന്നുള്ള ഒരു ലൈസൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഇതാണ് റഷ്യയുമായി ബന്ധപ്പെട്ട ഓയിൽ ഇമ്പോർട്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് എല്ലാം പ്രകാരം റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഏതെങ്കിലും ഒരു രാജ്യം അവിടുത്തെ റിഫൈനറി വാങ്ങുകയാണെങ്കിൽ അത് പ്രൊഹിബിറ്റഡ് ആണ് എന്നുള്ളതാണ് അമേരിക്കയുടെ തീരുമാനം. റഷ്യൻ ഹാംഫുൾ ഫോറിൻ ആക്ടിവിറ്റീസ് സാങ്ഷൻസ് റെഗുലേഷൻസ് 31 CFR
പാർട്ട് 587. ഇതാണ് ഇതിൽ ബാധകമായിട്ടുള്ള ഒരു ക്ലോസ്. മറ്റൊന്ന് യുക്രൈൻ റഷ്യ റിലേറ്റഡ് സാങ്ഷൻസ് റെഗുലേഷൻസ് 31 CFR പാർട്ട് 589. ഇത് കൂടാതെ മറ്റ് 8 or 9 ഇറാനുമായി ബന്ധപ്പെട്ട വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട പ്രോഹിബിറ്ററി കണ്ടീഷൻസ് ഉണ്ട്. ഞാനിതിൽ ആദ്യം വായിച്ചിരിക്കുന്ന 2 കാര്യങ്ങളാണ് റഷ്യയുമായി ബന്ധപ്പെട്ട ഓയിൽ ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട് അമേരിക്ക പ്രോഹിബിഷൻ കൊണ്ടുവന്നിരിക്കുന്ന കണ്ടീഷൻസ്. ഇനി ഇവരുടെ ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പരിശോധിച്ചാൽ അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: all transactions prohibited by the above listed authorities that are ordinarily incident and necessary to the sale, delivery or offloading of crude oil or petroleum products of Russian Federation origin loaded on any vessel, including vessels blocked under the above listed authorities, on or before 12:01 AM Eastern Standard Time, March 5, 2026, are authorized through 12:01 AM Eastern Daylight Time, April 4, 2026. അതായത് ഈ റഷ്യൻ ഓയിൽ നേരത്തെ ഈ പറഞ്ഞിരിക്കുന്ന പല കണ്ടീഷൻസ്, അതായത് റഷ്യയുമായി ബന്ധപ്പെട്ട 2 കണ്ടീഷൻസും ഒപ്പം മറ്റ് ഇറാനുമായി ബന്ധപ്പെട്ട 8 കണ്ടീഷൻസുമുള്ള ഈ അതോറിറ്റീസ് വഴി നോർമലി ഇതിൻ്റെ സെയിൽ, ഡെലിവറി, ഓഫ് ലോഡിംഗ് എന്നീ കാര്യങ്ങളെല്ലാം തന്നെ അമേരിക്കൻ സർക്കാർ പ്രോഹിബിറ്റ് ചെയ്തിട്ടുള്ളതാണ്, നിരോധിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതിൽ ഈ 1 മാസക്കാലത്തേക്ക് ഒരു വെയ്വർ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ കാരണം കൂടി പറയുന്നുണ്ട്. അത് എന്തിനാണ് ഈ വെയ്വർ? The delivery or offloading of such crude oil or petroleum products occurs at a port in the Republic of India. ഇന്ത്യയിലേക്കാണ് അത് ഇവർ ഡെലിവറി കൊണ്ടുവരുന്നത് എങ്കിൽ അതിന് ഈ പ്രൊഹിബിഷൻ ബാധകമാവില്ല. The purchaser of such crude oil or petroleum products is an entity organized under the laws of the Republic of India. ഈ ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്നത്, വാങ്ങുന്നത് ഒക്കെ തന്നെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു എൻറ്റിറ്റി ആണ് എങ്കിലും ഈ പ്രൊഹിബിഷൻ 1 മാസത്തേക്ക് ബാധകമാവില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രൊഹിബിഷൻ ബാധകമാവില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ട്രേഡുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ സെയിലുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് ഈ ഒറിജിൻ എൻറ്റിറ്റിക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സാങ്ഷൻസും ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രധാനം. അതായത് ഈ പറഞ്ഞിരിക്കുന്ന 10 അതോറിറ്റീസും ഇതിൽ പ്രൊഹിബിറ്ററി ഓർഡേഴ്സ് ഇറക്കിയിട്ടുണ്ട് എങ്കിലും അതൊന്നും തന്നെ ബാധകമാവുന്നില്ല എന്നുള്ളതാണ്. അതിൽ ഏതൊക്കെ കണ്ടീഷനുകളിലാണ് ബാധകമാവാത്തത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് വീണ്ടും പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: transactions that are ordinarily incident and necessary to the sale, delivery or offloading of such crude oil or petroleum products include എന്തൊക്കെയാണത്? Transactions for the safe docking and anchoring of vessels carrying such crude oil or petroleum products. അതായത് ഈ ക്രൂഡ് ഓയിൽ, പെട്രോളിയം പ്രോഡക്ട്സ് എല്ലാം തന്നെ റഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് അത് ഡോക്ക് ചെയ്യുന്നതിന്, അത് ആങ്കർ ചെയ്യുന്നതിന് ഒക്കെ തന്നെ പല പോർട്ടുകളിൽ ഒരുപക്ഷെ അത് നെസസറി ആയി വന്നേക്കാം. അവിടെ അമേരിക്കയ്ക്ക് കൺട്രോളുള്ള തുറമുഖങ്ങളാണ് എങ്കിൽ അവിടെ സാധാരണഗതിയിൽ പ്രൊഹിബിറ്ററി ഓർഡേഴ്സ് ഉണ്ട് എങ്കിൽ അവരതൊന്നും തന്നെ അനുവദിക്കില്ല. പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെ അല്ല എന്നുള്ളതാണ് പറയുന്നത്. ദ പ്രിസർവേഷൻ ഓഫ് ദ ഹെൽത്ത് ഓർ സേഫ്റ്റി ഓഫ് ദ ക്രൂ ഓഫ് എനി സച്ച് വെസൽ. അതായത് ഇത്തരത്തിലുള്ള നൗകകളിലേക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ കൊണ്ടുപോകുമ്പോൾ അതിലുള്ള ആൾക്കാരുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഈ പ്രൊഹിബിറ്ററി ഓർഡേഴ്സ് ഉണ്ടാവില്ല എന്നുള്ളതാണ് കണ്ടീഷൻ. ഇനിയൊന്ന്, എമർജൻസി റിപ്പയർസ് ഓർ എൻവയൺമെൻറ്റൽ മിറ്റിഗേഷൻസ് ഓർ പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു എനി സച്ച് വെസൽ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു എമർജൻസി റിപ്പയർ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു എൻവയൺമെൻറ്റൽ സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ളപ്പോഴും അതിൽ ഈ തരത്തിലുള്ള കപ്പലുകൾക്കൊന്നും തന്നെ ഒരു തരത്തിലുള്ള നിയന്ത്രണവും അല്ലെങ്കിൽ ഉപരോധവും ഒന്നും തന്നെ അമേരിക്കയ്ക്ക് കൺട്രോളുള്ള മേഖലകളിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് പറയുന്നുണ്ട്, സർവീസസ് സച്ച് ആസ് വെസൽ മാനേജ്മെൻറ്റ്, ക്രൂവിംഗ്, ബങ്കറിംഗ്, പൈലറ്റിംഗ്, രജിസ്ട്രേഷൻ, ഫ്ലാഗിംഗ്, ഇൻഷുറൻസ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് സാൽവേജ്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലും ഈ ഉപരോധം ബാധകമല്ല എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യക്ക് റഷ്യൻ ഓയിൽ വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ഒക്കെ തന്നെ ചെയ്യാം. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രക്രിയ ഈ ട്രാൻസ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നുണ്ട് എങ്കിൽ സാധാരണഗതിയിൽ അതെല്ലാം തന്നെ അമേരിക്കയ്ക്ക് ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരു ഭാഗത്താണ് എങ്കിൽ നിരോധിക്കപ്പെട്ടവയാണ്. എന്നാൽ അടുത്ത 1 മാസത്തേക്ക് ഇതിന് നിരോധനം ഉണ്ടാവില്ല എന്നാണ്. അതിനുശേഷവും ഇന്ത്യക്ക് റഷ്യൻ ഓയിൽ പർച്ചേസ് ചെയ്യാം. പക്ഷേ ഈ ഒരു റിസ്ക് അവിടെയുള്ള റിഫൈനേഴ്സിനാണെങ്കിലും അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഉണ്ടായിരിക്കും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ക്യാച്ച്, ഈ പറയുന്ന 30 ദിവസത്തേക്ക് മാത്രമാണ് ഈ വെയ്വർ. ഇതിനു മുൻപ്, അതായത് കഴിഞ്ഞ ജനുവരി മാസത്തിലും ഫെബ്രുവരി മാസത്തിലും എല്ലാം തന്നെ ഇതേ കണ്ടീഷൻസ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതായത് റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധമുണ്ടായതിനു ശേഷം, റഷ്യൻ ഓയിലിനെതിരായിട്ട് അമേരിക്ക ഒരു തീരുമാനം നടപ്പാക്കിയതിനു ശേഷം ഇത്രയും കാലം നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന എല്ലാ പ്രൊഹിബിറ്ററി കണ്ടീഷൻസും ബാധകമായിരുന്നു. എന്നിട്ടും നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ ഇമ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് വസ്തുത. ആ ഒരു പ്രൊഹിബിറ്ററി കണ്ടീഷൻസ് അടുത്ത 1 മാസത്തേക്ക് ഉണ്ടാവില്ല എന്നു മാത്രമാണ് ഈ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കമ്മ്യൂണിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ഇത് ഇന്ത്യക്ക് റഷ്യൻ ഓയിൽ വാങ്ങുന്നതിന് വേണ്ടി അടുത്ത 1 മാസത്തേക്ക് അമേരിക്ക നൽകിയിരിക്കുന്ന അനുമതിയേ അല്ല,
മറിച്ച് ഇന്ത്യൻ റിഫൈനേഴ്സിന് ഈ മേഖലയിലെ പ്രശ്നമുള്ളത് കാരണം യാതൊരു വിധത്തിലുള്ള ഓയിൽ ഷോർട്ടേജും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പ്രൊഹിബിറ്ററി ഓർഡേഴ്സ് എല്ലാം തന്നെ മാറ്റുന്നു എന്നുള്ള ഒരു കണ്ടീഷൻ മാത്രമാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിനെ അമേരിക്ക റഷ്യൻ ഓയിൽ വാങ്ങാൻ ഇന്ത്യക്ക് ഒരു മാസത്തേക്കുള്ള അനുമതി നൽകി എന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് ഒന്നുകിൽ അറിവില്ലായ്മ കൊണ്ടാണ്, അതല്ല എങ്കിൽ ഗൂഢമായിട്ടുള്ള ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഇക്കഴിഞ്ഞ 3 മാസം മാത്രം നോക്കിക്കോളൂ. ഡിസംബറിലാണെങ്കിലും ജനുവരിയിലാണെങ്കിലും ഫെബ്രുവരിയിലാണെങ്കിലും ഇന്ത്യ ഏറ്റവും കൂടുതൽ ഓയിൽ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് റഷ്യൻ മാനുഫാക്ചറേഴ്സിൽ നിന്ന് തന്നെയാണ്. ആ സമയത്തും ഈ പ്രൊഹിബിറ്ററി ഓർഡേഴ്സ് എല്ലാം തന്നെ നമ്മുടെ റിഫൈനറികൾക്കാണെങ്കിലും അതേപോലെ തന്നെ റഷ്യൻ എൻറ്റിറ്റിക്കാണെങ്കിലും ബാധകമായിരുന്നു. പക്ഷേ അപ്പോഴും ഈ ട്രേഡ് നിർബാധം തുടർന്നു. നമ്മളുടെ ഫെബ്രുവരിയിലെ കണക്കനുസരിച്ചും നമ്പർ 1 ഓയിൽ ഇമ്പോർട്ട് നമ്മൾ നടത്തുന്നത് റഷ്യയിൽ നിന്ന് തന്നെയാണ്. ഈ കണ്ടീഷൻസിനെയും പ്രൊഹിബിറ്ററി ഓർഡേഴ്സിനെയും മറികടന്നിട്ടാണ് അത് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇതാണ് വസ്തുത എന്നിരിക്കെ എന്തിനാണ് ഇങ്ങനെയുള്ള നുണപ്രചരണം നടത്തുന്നത്? കാര്യം അറിയാതെയാണ് എങ്കിൽ ഓക്കെ, പക്ഷേ അത് അറിഞ്ഞിട്ടാണ് എങ്കിൽ അത് അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മാത്രം പ്രതിപക്ഷത്തുള്ള ആൾക്കാരെ, മാധ്യമ സുഹൃത്തുക്കളെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.